നമസ്കാരം. എൻ്റെ പേര് ശ്രീരാം. ഞാൻ നിര്യാതനായ ശ്രീ GK പിള്ള അദ്ദേഹത്തിൻ്റെ മകളുടെ മകനാണ്. ഞാൻ ഈ സ്വപ്നസുന്ദരി എന്ന സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ 5 വർഷത്തിന് ശേഷമാണ് ഈ സിനിമ പുറത്തിറങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായ മാറ്റങ്ങൾ എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും സിനിമയുടെ ആ കഥയും ആ പുതുമയും തീരെ നഷ്ടപ്പെട്ടിട്ടില്ല. എന്നെപ്പോലെ ഒരുപാട് യുവാക്കൾ അതുപോലെ പുതിയ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. സോ തീർച്ചയായിട്ടും എല്ലാവരും പോയി ഈ സിനിമ കണ്ട്, ഒരു വലിയ സിനിമയല്ല, പക്ഷേ എന്നാൽ ഒട്ടും മോശം സിനിമയല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ പോയി കണ്ട് ഇത് നിങ്ങളെല്ലാവരും ഇത് ഞങ്ങളെ സഹായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് കടന്നു വരാനും ഈ സിനിമ ഒരു വൻ വിജയമാക്കാനും സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് ഈ ഒരു സിനിമയിലേക്ക്? ഞാൻ 2020 കോവിഡ് സമയത്ത് ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ കോവിഡ് സമയത്ത് എനിക്ക് ജോലിക്ക് ഒരു പ്രശ്നം വന്ന് ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഈ പടത്തിൻ്റെ ഒരു പ്രൊമോഷൻ ഫോട്ടോ ഞാൻ കാണുന്നത്. അതുവഴി ശ്രീ റഹീം പരവൂർ എന്ന് പറയുന്ന PR വഴി ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് ഫിലിപ്പ് സാറിനെ ബന്ധപ്പെടുകയായിരുന്നു. അതിനുശേഷം ഒരു ചെറിയ ഓഡിഷൻ പോലെ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഒരു സെക്കൻഡ് ക്യാരക്ടർ സെൽവൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് എനിക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ മൂന്നാറിലാണ് 1 മാസം ഷൂട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അവിടെ ചെന്നെങ്കിലും ഈ പറഞ്ഞ പോലെ ഞാൻ അതിന് മുമ്പ് കാണ്ടഹാർ എന്നൊരു സിനിമയിൽ ചെറിയൊരു വേഷം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം എൻ്റെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ബാംഗ്ലൂരായിരുന്നു. അതിനുശേഷം എൻ്റെ 2ാമത്തെ സിനിമയാണ് ഈ സ്വപ്നസുന്ദരി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ചെന്ന സമയത്ത് തീർച്ചയായിട്ടും ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് നാളെ ശേഷം ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും ഫിലിപ്പ് സാറിൻ്റെയും അതുപോലെ മറ്റ് കൂടെ നിൽക്കുന്നവരുടെയൊക്കെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ അത് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ അഭിനയം എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ദൈവവും ജനങ്ങളും സഹായിച്ചാൽ മാത്രമേ എന്നെപ്പോലുള്ളവർക്ക് ഇതിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഇപ്പോൾ സിനിമയിലേക്ക് വരാൻ വൈകിയത് അങ്ങനെ തോന്നുന്നത്? വൈകിയതല്ല, തീർച്ചയായിട്ടും നല്ല അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ട് തന്നെയാണ്. കാണ്ടഹാർ സിനിമയുടെ സമയത്തും എനിക്ക് മേജർ രവി സാറിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്ന് എറണാകുളത്തായിരുന്നു എൻ്റെ ഓഡിഷൻ കാര്യങ്ങൾ നടന്നത്. അതിന് സെലക്റ്റായി അവിടെ ചെന്നെങ്കിലും അതിലും അത്യാവശ്യം നല്ല വേഷമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. കാരണം അത്രയും ഡയലോഗ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. അതിനുശേഷം അധികം കോളും കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ വിദ്യാഭ്യാസം എന്ന രീതിയിൽ ആവശ്യം വന്നപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യേണ്ടി വന്നു. പിന്നെ അതിനുശേഷം ജോലിയായിട്ട് മുന്നോട്ട് പോയി. പിന്നെ യാദൃച്ഛികമായിട്ട് കോവിഡ് സമയത്ത് നാട്ടിൽ വന്നപ്പോഴാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു ഫിലിപ്പ് സാറിനെ ബന്ധപ്പെടാൻ സാധിച്ചത്. അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹം എൻ്റെ മുത്തശ്ശൻ്റെ ഇത് വെച്ച് എനിക്ക് സിനിമയിൽ നിൽക്കാനാണ് തന്നെയാണ് താല്പര്യം. പക്ഷേ തീർച്ചയായിട്ടും അതിന് അവസരങ്ങൾ ലഭിക്കണം എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ട് പുതിയ അവസരങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ശ്രമിച്ചിരുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ ശ്രമിച്ചിരുന്നില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഉള്ള സമയത്ത് തന്നെയാണ് ഞാൻ ഈ കാണ്ടഹാറിൽ പോയത്. പക്ഷേ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിനോടോ എനിക്ക് വേണ്ടി ആരോടും പറയാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല, അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. കാരണം അദ്ദേഹം സ്വന്തം കഴിവിൽ കയറി വന്നൊരു വ്യക്തിയാണ് ആ കാലഘട്ടത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തന്നൊരു ഉപദേശം എന്ന് പറഞ്ഞാൽ നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ പ്രയത്നിക്കുക, അത് നിനക്ക് ഭാഗ്യവും ദൈവം അനുഗ്രഹിച്ചാൽ നീ തീർച്ചയായിട്ടും കയറി വരും എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പാതയിൽ തന്നെയാണ് ഞാൻ തുടരുന്നത്. ഇന്ന് ഇപ്പോൾ ഈ സിനിമ ഇറങ്ങിയപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. അദ്ദേഹം എൻ്റെ ഒരു സിനിമ കാണാൻ പറ്റിയില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ദുഃഖമുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഇവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരിക്കുക എന്ന് ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഇപ്പോൾ ഇതിൽ ജിൻഡോ അതുപോലെ ഡോക്ടർ രജിത്ത് ഇവരൊക്കെ ബിഗ് ബോസ് താരങ്ങളാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അവരായിട്ടുള്ള എക്സ്പീരിയൻസ് കുറേ ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ വേറെ. തീർച്ചയായിട്ടും ഇതിൽ രജിത് കുമാർ സാർ ആ സമയത്ത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന സമയമായിരുന്നു. ജിൻഡോ ആ സമയത്ത് ബിഗ് ബോസിൽ കയറി 2020-21 സമയത്താണ് ഷൂട്ട് നടക്കുന്നത്. ജിൻഡോ അതിന് ശേഷമാണല്ലോ ബിഗ് ബോസിൽ കയറുന്നത്. പക്ഷെ അന്നാണെങ്കിൽ പോലും ഇപ്പോഴുള്ള പോലും ഞാൻ ജിൻഡോ തമ്മിൽ നല്ലൊരു ബന്ധമായിരുന്നു. കാരണം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു താമസം, ഒരേ ഹോട്ടലിലായിരുന്നു. ഞങ്ങൾ രാത്രി ഒരുമിച്ച് കൂടും, ഒരുപാട് തമാശകൾ പറയും. അപ്പോൾ രജിത് കുമാർ സാർ ആണെങ്കിലും പുള്ളിയുടെ കഥകളും കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. രണ്ടുപേരും വളരെ നല്ല വ്യക്തികളാണ്. അവർ ബിഗ് ബോസിൽ എങ്ങനെയാണെന്നുള്ള ജനങ്ങൾ അവരെങ്ങനെ കാണുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 1.5 മാസം ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ഒരുമിച്ചായിരുന്നു ഞങ്ങൾ യാത്ര, ഒരുമിച്ച് ഭക്ഷണം. കാരണം ചെറിയ സിനിമ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ചായിരുന്നു. ഒരേ സ്ഥലത്ത് ഭക്ഷണം, ഒരേ സ്ഥലത്ത് താമസം. അപ്പോൾ അതിൻ്റേതുകൊണ്ട് തന്നെ ഈ ജിൻഡോ ആണെങ്കിലും അല്ലെങ്കിൽ രജികുമാർ സാർ ആണെങ്കിലും വളരെ നല്ലൊരു അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ട്. തീർച്ചയായിട്ടും അവർ നല്ല 2 വ്യക്തികൾ തന്നെയാണ്. പിന്നെ അടുത്ത ഫ്യൂച്ചർ പരിപാടികൾ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല സിനിമകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടിയാൽ തീർച്ചയായിട്ടും ഈ മേഖലയിൽ തന്നെ തുടരാനാണ് ആഗ്രഹം. അതിന് ജനങ്ങളും ഇത് കാണുന്ന ആളുകളുമാണ് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല അവസരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു.